ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അതായത് നമ്മൾ വീടിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ വെച്ചിട്ട് പോയാലും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് മാത്രമല്ല തേപ്പ് കഴിയുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിലൊക്കെയാണ് ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ മോഡുലാർ ടൈപ്പ് കൺസീൽ ചെയ്തിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത്. കൺസീൽഡ് പൈപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് തേക്കുന്ന സമയത്ത് ഈ ബോക്സ് കറക്റ്റ് ചെയ്ത് തേക്കണം. ഏറ്റവും ആദ്യം തന്നെ ബോക്സ് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തേക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ഈ ബോക്സ് ചിലത് നമ്മൾ SS ആണെങ്കിൽ കണ്ടോ, ഇപ്പോൾ ഈ കണ്ടോ പരിക്കൻ കംപ്ലീറ്റ് അടിച്ച് ടൈറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പരിക്കൻ കംപ്ലീറ്റ് അടിച്ച് ടൈറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഈ SS അല്ല GAയുടെ ബോക്സുകളാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ആ ഒറ്റ കാരണം മതി. ആ ഇരിക്കുന്ന ലെവലിൽ നമ്മൾ എത്ര ഈ പറഞ്ഞ സിമെൻറ്റ് കാര്യങ്ങൾ കുത്തി കളഞ്ഞാലും അവിടെ നിന്ന് പതുക്കെ ഈ പറയുന്ന ഗാൽവനൈസേഷൻ ചെയ്ത ബോക്സുകളാണെങ്കിൽ അത് ഗാൽവനൈസേഷൻ പോയിട്ട് പതുക്കെ തുരുമ്പെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. SS ആണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും നമുക്കിത് ഏറ്റവും ആദ്യമേ തന്നെ പ്ലാസ്റ്റിക്കിന് മുന്നേ ബോക്സ് വെച്ച് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കവറിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങൾ കയറാത്ത രീതിയിൽ കിട്ടും. പിന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ ഉണ്ടാവും എല്ലാ ബോക്സിലും ഇതുപോലെ ചെയ്തിട്ടില്ല. പ്ലാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് മേസന്മാരോട് കറക്റ്റായിട്ട് പറയണം, നമ്മൾ ആ ബോക്സിൻ്റെ സെയിം ലെവലിൽ വേണം തേപ്പ് കാര്യങ്ങൾ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തിടണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കേണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബോക്സ് കഴിഞ്ഞ് 1 ഇഞ്ചോളം പുറത്തേക്കാണ് അതിൻ്റെ തേപ്പ് കാര്യങ്ങൾ വന്ന് ലെവലില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മോഡുലാർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ മോഡുലാർ പ്ലേറ്റ് വെച്ചാലും നമ്മൾ കറക്റ്റ് മൂടിപ്പോവില്ല. ആ സൈഡുകളിലെ എഡ്ജ് കാര്യങ്ങൾ കറക്റ്റ് അല്ലാത്തത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പല വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കും. പല വീടുകളിലും ഈ പറഞ്ഞ ലെവലിൽ ഫിനിഷിംഗ് ആണ് നമുക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് എഫക്റ്റ് ചെയ്യുന്നത്. ഫിനിഷ് ചെയ്ത സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ലെഗ്രാൻഡിൻ്റെ ഒക്കെ ആണെങ്കിൽ വളരെ ബോക്സിൽ നിന്നും 1 mm ഒക്കെയാണ് മാക്സിമം പ്രൊജക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ബോക്സുകളൊക്കെ കുറച്ചുകൂടി പ്രൊജക്ഷൻ ഉണ്ടാവും. അങ്ങനെ വരുന്ന നമ്മൾ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള വരുന്ന ഈ പറയുന്ന മോഡുലാറൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് അത്രയും കവറിങ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഈ പുറമെ വരുന്ന ഏരിയകളിൽ പുറമെ വരുന്ന ലെവലിൽ അല്ല ചെയ്തിരിക്കുന്നെങ്കിൽ, കറക്റ്റ് ബോക്സ് ലെവലിലല്ല തേപ്പ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നെങ്കിൽ ആ ഏരിയ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരും. ബോക്സിൻ്റെ ഷീറ്റ് ഇട്ടാൽ പോലും പുറത്തേക്ക് വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് വൃത്തികേടായിട്ട് തന്നെ ഇരിക്കും. അതായത് ഭിത്തിയിൽ ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല. ബോക്സിൻ്റെ സൈഡുകളെല്ലാം തന്നെ നമുക്ക് പുറമേ നിന്ന് ഹോളുകളായിരിക്കും. ഉറുമ്പ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് അതിൻ്റെ അകത്തേക്ക് നേരിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് കുറച്ച് ഫിനിഷിംഗ് സ്റ്റേജിന് ശേഷമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ പുട്ടി വെച്ച് അടയ്ക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബോക്സ് പിടിപ്പിച്ചതിന് ശേഷം പുട്ടി കാര്യങ്ങളൊക്കെ വെച്ച് അടച്ച് ക്ലിയർ ചെയ്യും. അപ്പോൾ നീറ്റായിട്ടിരിക്കും. പക്ഷേ നമ്മളൊരു സ്വിച്ചോ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത്, മാറാൻ വരുന്ന സമയത്ത് ഈ ബോക്സ് അഴിക്കുന്നതിൻ്റെ കൂടുതൽ ആ പുട്ടി അങ്ങനെ തന്നെ പൊളിഞ്ഞ് പുറത്തേക്ക് വരും, വീണ്ടും പഴയ സ്റ്റേജിലേക്കും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് ബോക്സിൻ്റെ സെയിം ലെവലിൽ തന്നെ തേച്ച് ക്ലിയർ ചെയ്യുക. ബോക്സ് സ്ക്വയർ ആണെങ്കിൽ അതേ സ്ക്വയർ തന്നെ ഒട്ട് വരുമ്പോൾ പുറത്തേക്കോ അകത്തേക്കോ വരാത്ത രീതിയിൽ ഇതിങ്ങനെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോയേക്കണാണ്. ഈ ലെവലിൽ ഇത് കറക്റ്റ് ചെയ്ത് ആ ലെവൽ ചെയ്ത് ഇട്ടിരുന്നെങ്കിൽ ഈ പുട്ടി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് സ്ക്വയറായിട്ട് തന്നെ കിട്ടിയാണ്. ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഷീറ്റ് പിടിപ്പിക്കുന്ന സമയത്ത് സൈഡിലുള്ള ഗ്യാപ്പുകളെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ കറക്റ്റ് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ചെയ്ത് കറക്റ്റ് തേപ്പിൽ തന്നെ ക്ലിയർ ചെയ്യണം. അതായത് ആ സിമെൻറ്റ് കൊണ്ട് തന്നെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ പൊളിഞ്ഞ് തീറായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നീറ്റായിട്ട് നമുക്ക് വീടിൻ്റെ വയറിങ് കാര്യങ്ങൾ ബോക്സൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനലൊന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.